ഹായ് ഓൾ, വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചില കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ബെസ്റ്റ് ടെക് ജോബ് ഫോർ ദ ഫ്യൂച്ചർ? നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോബായിരിക്കും എന്ത്, സോഫ്റ്റ്വെയർ ഫീൽഡിലെ ഒരു ജോലി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ബെസ്റ്റ് ടെക് ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് ചിലപ്പം എന്താണ് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോകണം, അപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന 3 കോഴ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ. ഒരുപാട് അറ്റാക്കുകൾ നടക്കുന്ന കാലമാണ്, സൈബർ രീതിയിലുള്ള അറ്റാക്കുകൾ നടക്കുന്ന കാലമാണിത്. സോ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയറാണ്. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റിന് അത്രയേറെ ഓപ്പർച്യൂണിറ്റീസ് ലെവലുകൾ ഇന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കോഴ്സാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല പാക്കേജ്, ഒരു ബെസ്റ്റ് പാക്കേജ് നിങ്ങൾക്ക് ഈ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയി കഴിഞ്ഞാൽ കിട്ടാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടി വരിക, സൈബർ അറ്റാക്കുകൾ, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ചില ആൾക്കാർ അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതായതുകൊണ്ട് നമുക്കത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പഠിക്കുക. ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്കും നമുക്ക് അറ്റാക്കുകൾ, കാരണം സോഷ്യൽ മീഡിയാസും അതുപോലെ തന്നെ ടെക്നോളജിയും ഒക്കെ അത്രമേലുണ്ട്. സോ അതിലേക്കൊക്കെയുള്ള അറ്റാക്കുകൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പം പഠിക്കാൻ ആഗ്രഹമുള്ളവർ സൈബർ സെക്യൂരിറ്റി എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് പൈത്തൺ അല്ലേ. ഫുൾ സ്റ്റാക്ക് പൈത്തൺ അല്ലെങ്കിൽ ബേസിക് പൈത്തൺ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, എല്ലാ രീതിയിലും നമ്മൾ അറിയുന്നതാണ് അല്ലേ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒക്കെ ബേസിക് എന്താണ്? ദാറ്റ് ഈസ് പൈത്തൺ അല്ലേ. പൈത്തൺ എന്ന് പറയുന്നത്, പൈത്തൺ എല്ലാവരും എടുക്കാൻ കാരണം അല്ലെങ്കിൽ പൈത്തൺ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? പൈത്തൺ അത്രയും സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഏതൊരാൾക്കും, അതായത് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല ഞാൻ എങ്കിലും എനിക്കൊരു സോഫ്റ്റ്വെയർ ഫീൽഡ് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പൈത്തൺ തന്നെയാണ്. കാരണം നിങ്ങൾ ഫെയിലോ, +2 ഫെയിലോ അല്ലെങ്കിൽ ഡിഗ്രി ഫെയിലോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പൈത്തൺ ഒരു ബെസ്റ്റ് തന്നെയാണ് അല്ലേ. സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും, സിമ്പിൾ സിൻറ്റാക്സുകളാണ്. ബേസിക് മുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡെവലപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ സ്റ്റാക്ക് പൈത്തൺ അല്ലെങ്കിൽ പൈത്തൺ ആണ്. പൈത്തൺ ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പൈത്തൺ ബാക്ക് എൻഡ് ആയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡും ഡാറ്റാബേസും എല്ലാം കൂടെ വരുമ്പോഴാണ് ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പൈത്തൺ ബേസിക് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കരിയർ അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് കരിയർ, ഡാറ്റാ സയൻസിലൊരു കരിയർ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇതൊരു സോഫ്റ്റ്വെയർ ഫീൽഡ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ജോബ് അല്ലല്ലോ എന്ന്. പക്ഷേ ആണ്. ഏതൊരു ടെക്നിക്കൽ കമ്പനീസിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമുണ്ട് അല്ലേ. ഏതൊരു വെബ്സൈറ്റിനും ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട കാര്യം എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്. കാരണം അത്രയേറെ കോമ്പറ്റീഷൻസ് കൂടി വരുന്നതാണ്. സോ ആ കോമ്പറ്റീഷനിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒന്ന് ഉയർത്തി കാട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം. എന്നാൽ സാധാരണ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിമാറി അല്ലേ. അതായത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് തന്നെയാണ് അതിന് കാരണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട് എന്ത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൽ ഒരുപാട് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ടൂളുകളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ. വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് അതിൽ ഈസിയാക്കുന്ന, നമ്മുടെ വർക്ക് ലോഡുകൾ ഈസിയാക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് തരുന്നുണ്ട്. സോ എന്ത് പഠിക്കണം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നിങ്ങൾ പഠിക്കണം. അത്രയേറെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ പുറത്തേക്കുണ്ട്. AI ഇൻ്റഗ്രേറ്റഡും കൂടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കൂടെ വലുതാവുകയാണ്. അതുപോലെ തന്നെ പാക്കേജുകളും കൂടുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇൻ ഫ്യൂച്ചർ നെക്സ്റ്റ് 2024 ആകുമ്പോഴത്തേക്ക് ഏകദേശം നല്ല അപ്പാവാൻ സാധ്യതയുള്ള 3 കോഴ്സുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ CC സൈബർ ക്യാമ്പസ് ഈ 3 കോഴ്സുകളും നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. അപ്പം ഇത് ഓരോന്നും ബേസിക് മുതൽ, അതായത് ഇപ്പോൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ടെക്നിക്കൽ ഫീൽഡ് ആവണം എന്നുള്ളൊരു നിർബന്ധവും പറയാതെ
നിങ്ങൾ അത്രയും ബേസിക് മുതൽ നിങ്ങളെ പഠിപ്പിച്ച് ഒരു പ്രോ ലെവലിലേക്ക് മാറ്റാൻ തന്നെയാണ് CC സൈബർ ക്യാമ്പസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് CC സൈബർ ക്യാമ്പസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്